ഞാൻ ഈ പരിപാടിയുടെ ഒരു ബ്രൗഷർ കണ്ടപ്പോൾ അതിൽ ശ്രദ്ധിച്ചത് ഓണനിലാവ് 2025. അതിന് താഴെ ഒരുമയുടെ, നന്മയുടെ, സമൃദ്ധിയുടെ ഓണനിലാവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ജീവിതത്തിൽ സമൃദ്ധി ഇഷ്ടപ്പെടുന്നവരാണ്. സന്തോഷത്തിൻ്റെ സമൃദ്ധി, സമ്പന്നതയുടെ സമൃദ്ധി, സുഖസൗകര്യങ്ങളുടെ സമൃദ്ധി. ഈ സമൃദ്ധിയിലേക്കുള്ള 2 വഴികളാണ് ഒരുമയും നന്മയും. അപ്പോൾ ഒരുമയും നന്മയും ചേർത്തുകൊണ്ട് സമൃദ്ധി ഓണക്കാലത്ത് ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ പരിപാടിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, ആശംസകൾ. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരുമ എന്ന വാക്ക് അത് ഒത്തുചേരലിനെ കുറിക്കുന്നതാണ്, അല്ലേ? നമ്മൾ പുതിയ കാല ജീവിതത്തിൽ കൂടുതൽ ആളുകളും കുറേ കൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ലൈഫിൽ ഒറ്റപ്പെടലിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒത്തുചേരുക, ഒന്നായി മാറുക എന്ന ഓണത്തിൻ്റെ മഹത്തായ സന്ദേശം പങ്കുവെക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. മലയാളി ജീവിതത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഓർമ്മകൾ ഒരല്പനിമിഷം നമ്മളൊന്ന് ഹൃദയത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കാൻ നോക്കിയാൽ, ഓർത്തെടുക്കാൻ നോക്കിയാൽ നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ്. ഈ ഭൂമിയിൽ നമ്മുടെയൊക്കെ വേരോടുന്നത് മലയാളത്തിൽ, കേരളത്തിലാണെന്ന് പറയുമ്പോൾ അത്രയും മഹത്തരമായ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് നമ്മുടെയൊക്കെ ഒരു ജന്മം, ജീവിതം. പിന്നീട് ജോലിയുടെ ഭാഗമായി, തുടർ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്നും മാറി പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ തുടരുന്നത്. ഞാൻ ഇങ്ങോട്ടുള്ള യാത്രയിൽ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട് ട്രെയിനിലാണ് വന്നത്. വരുന്ന സമയത്ത് തൃശ്ശൂരും പാലക്കാടും കോയമ്പത്തൂരും സേലവും ധർമ്മപുരിയൊക്കെ കഴിഞ്ഞ് ഇവിടേക്ക് വരുമ്പോൾ മനോഹരമായിരുന്നു ആ യാത്ര. കാരണം വരുന്ന വഴിയിലെല്ലാം പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് വരുന്നത്. മലയും പുഴയും മരങ്ങളും മനോഹരമായിട്ടുള്ള ജീവിത പശ്ചാത്തലങ്ങളുമൊക്കെ. അതിൽ തമിഴിൻ്റെ, മലയാളത്തിൻ്റെ, ഇവിടെ എത്തിച്ചേരുമ്പോൾ കന്നഡയുടെ ഒക്കെ ഒരു സമന്വയം ഈ യാത്രയിലും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടുള്ള എൻ്റെ കാഴ്ചയിലൊക്കെ എനിക്ക് ആസ്വദിക്കാൻ സാധിച്ചു. ഈ ഒരു സാംസ്കാരികമായിട്ടുള്ള, ഭാഷാപരമായിട്ടുള്ള സമന്വയമാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. ഇപ്പോൾ ഹൊസൂർ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത ഞാൻ കാണുന്നത് അങ്ങനെയാണ്. തമിഴിൻ്റെ, മലയാളത്തിൻ്റെ, കന്നഡയുടെ ഒക്കെ ഒരു കൂട്ടായ്മയുടെ ഏറ്റവും നല്ല സ്ഥലമായിട്ടാണ് ഹൊസൂർ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ നമുക്ക് ഈ വേദിയിൽ കാണാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, അനുഭവസമ്പന്നരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. ഞാൻ നിങ്ങളൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഒരു 5 വർഷം കഴിഞ്ഞാൽ, 10 വർഷം കഴിഞ്ഞാലൊക്കെ ഇതേ ഓണാഘോഷങ്ങൾ ഇവിടെ തുടരണം, അല്ലേ? അത് നമ്മുടെ പുതുതലമുറയിലുള്ള കുട്ടികൾക്ക്, ഇവിടെ ഇപ്പോൾ ഓടിക്കളിക്കുന്ന, ബലൂണും പിടിച്ച് നടക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കും ഇതൊരു ഇൻസ്പിരേഷനായിട്ട് മാറണം, ഒരു പ്രചോദനമായിട്ട് മാറണം. ഇത് പറയാൻ കാരണം, കാലം പുരോഗമിക്കുന്തോറും ആ മലയാള തനിമയെ, മലയാള ഭാഷയെ അടുത്തറിയാനുള്ള താല്പര്യവും ശ്രമവും എവിടെയൊക്കെയോ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പം മലയാളം അക്ഷരമാല അ ആ ഇ ഈ ഊ മുതൽ കക്കഗംഗ ചച്ചജഞ്ച ടട്ടടണ്ടെണ്ണ തത്തതന്തുന്ന പപ്പബമ്പമ്മ എരലവ ശശസഹളറ എന്നൊക്കെ എഴുതാൻ കൃത്യമായിട്ട് അറിയുന്നവർ കുറഞ്ഞു പോകുന്നു. മലയാളം സംസാരിക്കുന്നവർ കുറഞ്ഞു പോകുന്നു. ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, അതിൻ്റെയൊക്കെ ആചാരവും അനുഷ്ഠാനവും ഒക്കെ അറിയുന്നവർ കുറഞ്ഞു പോകുന്നു. അത് പാടില്ല. അതുകൊണ്ട് കുട്ടികൾക്കും യുവതലമുറയ്ക്കും മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ മഹിമ മനസ്സിലാക്കുവാൻ കൂടെ ഉതകുന്നതാകട്ടെ ഇത്തരം സന്ദർഭങ്ങൾ. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് സെഷൻസ്, പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നതാണ്. ടെലിവിഷൻ പരിപാടികളും കുട്ടികൾക്ക് വേണ്ടിയുള്ള പല ക്ലാസ്സുകളും. ഇപ്പോൾ കിഡ്സ് സ്കൈ എന്ന പേരിൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന പ്രോഗ്രാമിൻ്റെ അടക്കം ഉദ്ദേശം ഇത്തരത്തിൽ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ, ക്യാരക്ടർ ഫോർമേഷൻ കുട്ടികളിൽ കൂടെ വരുത്തുക എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് കുട്ടികളുടെ കലാപരിപാടികൾ നടക്കുന്നുണ്ടെന്ന് അറിയാം. അതിൽ പങ്കെടുക്കുന്നവർക്ക്, വിജയിക്കുന്നവർക്കെല്ലാം എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. ഞാൻ കേരളത്തിലെ ഒരുപാട് ജില്ലകളിലുള്ള പല ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടേ ആ കാഴ്ചവിശേഷങ്ങൾ ശ്രീ മണികണ്ഠൻ നായർ സാർ അവരൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പം ഇങ്ങനൊരു പരിപാടിയുടെ കോർഡിനേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു, കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓണം ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതെന്ന്. എന്നാൽ ഇത്തവണ ഈ പരിപാടി കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള മലയാളി സുഹൃത്തുക്കളോട് പറയും, അതേ ഓണാഘോഷം ഗംഭീരമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഹൊസൂരിൽ കണ്ട കാഴ്ച നല്ല മാതൃകയാണ് കേട്ടോ. മലയാളികൾക്ക് കേരളത്തിലെ ഓണം ഇത്ര
ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ അതൊരു നല്ല മോഡലാണ്. ഞാൻ വണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ വലിയൊരു തിയേറ്റർ സ്പേസ് പോലുള്ളൊരു ഹാളിൻ്റെ ചുറ്റുപാടെല്ലാം ഓണത്തിൻ്റെ വലിയ കമനീയമായിട്ടുള്ള കട്ടൗട്ടുകളും സ്റ്റാളുകളും ആളുകൾ എല്ലാവരും ഓണത്തിൻ്റെ തനിമയുള്ള വസ്ത്രങ്ങളിൽ അലങ്കാരങ്ങളിലൊക്കെ വന്ന് ഈ ദിവസം പൂർണ്ണമായിട്ടും മലയാളത്തെ കേരളത്തെ ആഘോഷിക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷം. നിങ്ങളുടെ ഈ ഓണാഘോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഒരുമയുടെ, നന്മയുടെ, സമൃദ്ധിയുടെ ഓണാശംസകൾ. താങ്ക് യു.